കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയതിനു പിന്നാലെ പിടിയിലായ ഗോവിന്ദച്ചാമിയെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യും. കോടതി അനുമതിയോടെ വിയൂർ സെൻട്രൽ ജയിലിൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ജയിൽ ചാട്ടത്തിന് മുമ്പ് ഫോണിൽ സംസാരിച്ച ശെൽവത്തെയും ചോദ്യം ചെയ്യും. 24 ബ്രേക്കിംഗ് വാർത്തയുമായി ദീപക് തർമ്മടം കോഴിക്കോട് നിന്ന് ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. എസ് കെന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കൊടും ക്രിമിനലിനെ വിയൂരിൽ പോയി ചോദ്യം ചെയ്യാൻ വേണ്ടി പോലീസ് തയ്യാറായി കഴിഞ്ഞു. അതിൻ്റെ ചോദ്യാവലി തയ്യാറാക്കാൻ വേണ്ടി തിങ്കളാഴ്ച സിറ്റി പോലീസ് കമ്മീഷണർ ഈ കേസിൻ്റെ അന്വേഷണ സംഘത്തിൻ്റെ യോഗം വിളിച്ചിരിക്കുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം, എസ് കെ ഈ കേസിൽ സഹതടവുകാർ 3 പേരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. അതായത് ഈ സെല്ലിൽ തന്നെ താമസിക്കുന്ന തേനി സുരേഷ്, അതുപോലെ കഞ്ചാവ് നൽകിയ ഷിഹാബ്, അതുപോലെ മറ്റ് 2 പേർ കൂടി ഉണ്ടായിരുന്നു. ഒന്ന് സാബു, വിശ്വനാഥൻ. ഇവരിൽ 3 പേരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. തേനി സുരേഷിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വിശദമായ ചോദ്യം ചെയ്യൽ വീണ്ടും നടത്തേണ്ടി വരും. അപ്പോൾ ഇവർ നൽകിയ ചോദ്യം ചെയ്യലിലെ മൊഴി, മറ്റു ശാസ്ത്രീയ തെളിവുകൾ, ഇതിൽ പോലീസ് ഏറ്റവും കൂടുതൽ ആശ്രയിച്ചത് ശാസ്ത്രീയമായ തെളിവുകളെ തന്നെയാണ്. കാരണം CDR ഉൾപ്പെടെ, CCTV ഉൾപ്പെടെ, ടവർ ലൊക്കേഷൻ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ, രാത്രി വൈകി ജയിലിൽ നിന്നും പ്രവർത്തിച്ച ടെലിഫോണുകൾ, മൊബൈൽ ഫോണുകൾ, ഇത്തരം കാര്യങ്ങളെല്ലാം ശാസ്ത്രീയമായി കണ്ടെത്താൻ കേരള പോലീസിൻ്റെ ഈ പ്രത്യേക അന്വേഷണ സംഘം, സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് ആ അന്വേഷണ സംഘം വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. അവിടെയുള്ള കണ്ണൂരിലെ ടൗൺ CI ആണ് ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ, ടൗൺ IP ആണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. അവർ അടുത്ത ദിവസം തന്നെ, തിങ്കളാഴ്ചത്തെ യോഗം കഴിഞ്ഞതിന് ശേഷം ഉടൻ തന്നെ വിയൂരിലേക്ക് പുറപ്പെട്ട് വിയൂരിൽ വിശദമായ ചോദ്യം ചെയ്യൽ നടത്തുമെന്നുള്ളതാണ്. ഈ 3 പേരെ ചോദ്യം ചെയ്തപ്പോൾ തന്നെ ഈ കേസിലെ ചില നിർണായകമായ വിവരങ്ങൾ, പക്ഷേ ആ വിവരങ്ങളെല്ലാം തന്നെ ഈ കണ്ണൂർ ജയിലിൽ ഒരു സുരക്ഷാ ക്രമീകരണവും സുരക്ഷാ സംവിധാനത്തിൻ്റെ വിലയിരുത്തലും നിരീക്ഷണവും ഇല്ല എന്നുള്ള സൂചനകൾ നൽകുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എസ് കെ. ഓക്കെ, ദീപക് തർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.